ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിന് മർദ്ദനം. തോപ്രാംകുടി സ്വദേശി വിജീഷിനാണ് മർദ്ദനമേറ്റത്. ഉത്സവത്തിനിടെയുണ്ടായ വാക്തർക്കമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി VK സ്റ്റാലിൻ, എന്തായിരുന്നു ഇങ്ങനൊരു സംഘർഷത്തിനൊക്കെ പ്രകോപനം ഉണ്ടായത്? മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതൊക്കെ എങ്ങനെയാണ്? ശ്രീജ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് തോപ്രാംകുടി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഉത്സവത്തിനിടെ ഗാനമേള ആണെന്ന് പ്രധാന പരിപാടി. ഗാനമേളക്കിടെ ഗ്രൗണ്ടില് ഗാനമേള നടക്കുന്ന പ്രദേശത്ത് ഒരു ചെറിയ സംഘർഷം ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അത് ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രമായിരുന്നു അതിനകത്ത് ഉൾപ്പെട്ടിരുന്നത്. അവിടെ നിന്നും പോലീസ് ഇടപെട്ട് അപ്പോൾ തന്നെ ഈ ആളുകളെ അവിടുന്ന് മാറ്റിയിരുന്നു. അതിനുശേഷം ഇതിൽപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ ടൗണിൽ വെച്ച് ഈ ഗാനമേളയ്ക്ക് ശേഷം ടൗണിലെത്തിയ തോപ്രാംകുടി കുഴിക്കാട്ട് ജിജേഷ് എന്ന് പറയുന്ന യുവാവ് അദ്ദേഹത്തിന്റെ വാഹനം എടുക്കുന്നതിന് വേണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വാഹനം എടുക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ 8 അംഗ സംഘം അയാളെ വളയുകയായിരുന്നു. വളഞ്ഞ് ആക്രമിച്ചു. അതേസമയം ഈ ഉന്തും തള്ളും ഉണ്ടായ സ്ഥലത്ത് ഉത്സവപ്പറമ്പില് ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ആ സമയത്ത് ഒപ്പം കൂടിയ ചില ആൾക്കാരും ആണെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 8 അംഗ സംഘം വളഞ്ഞിട്ട് ഈ യുവാവിനെ ആക്രമിച്ചു. അയാൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും പോലീസ് ഇന്നലെ തന്നെ കാര്യക്ഷമമായി ഇടപെട്ടു. ഇന്നലെ രാത്രി തന്നെ എറണാകുളത്തെത്തി ഈ 8 പേരെയും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇവരെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഈ 8 അംഗത്തെയും ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിക്കേറ്റ യുവാവ് ജിജേഷ് എന്ന് പറയുന്ന ആൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരാവസ്ഥയുണ്ട്. അദ്ദേഹം എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കി മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. ശ്രീജേഷ്. ശരി, VK സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്.